ജില്ലയിൽ രണ്ടിടങ്ങളിൽ ഹോട്ടലുകളിൽ തീപിടുത്തം. പഴയന്നൂർ സെന്ററിലെ രവീന്ദ്ര ഹോട്ടലിലും കുന്നംകുളം ജംഗ്ഷനിലെ ഫുഡ് കോർണറിലുമാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. ദേശീയപാത നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ കാറുമായി കൂട്ടിയിടിച്ച കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ബ്ലാങ്ങാട് ടൂറിസ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 4 പേർക്ക് പരിക്ക്. ജലസേചന സൗകര്യം കുറഞ്ഞതിനെ തുടർന്ന് മുണ്ടകൻ കൃഷി ഉപേക്ഷിച്ച് ചാട്ടിലാമ്പാടത്തെ കർഷകർ. കൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി വേണമെന്ന് ആവശ്യം. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലം പാടശേഖരത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 4 ഏക്കറോളം വരുന്ന നെൽവയലുകളിലെ കൃഷി നശിച്ചു. മലയോര മേഖലയിൽ ഏകാശ്രയമായ അതിരപ്പള്ളി അരൂർമൊഴിയിലെ മാവേലി സ്റ്റോറിൽ അവശ്യ സാധനങ്ങളില്ലെന്ന് പരാതി. മാവേലി സ്റ്റോറിൽ നിലവിൽ ആകെയുള്ളത് അരിയും പഞ്ചസാരയും മാത്രം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളത്ത് ഹോട്ടലിൽ അഗ്നിബാധ. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ ഫുഡ് കോർണർ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. അടുക്കളയിലെ സിലിണ്ടറിൽ നിന്നാണ് തീ ആളിപ്പടർന്നത്. ജീവനക്കാർ തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. അഗ്നിരക്ഷാസേന സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡിക്സൺ മാത്യു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രഞ്ജിത്ത്, ഗോഡ്സൺ, അമൽ, സനിൽ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഹോട്ടലിന് മുകളിലുണ്ടായിരുന്ന ഷീറ്റ് തീപിടുത്തത്തിൽ തകർന്നു. പഴയന്നൂരിൽ ഹോട്ടലിൽ തീപിടുത്തം. പഴയന്നൂർ സെന്ററിലെ രവീന്ദ്ര ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. അടുക്കളയിലെ ചിമ്മിനിയുടെ ഭാഗത്താണ് തീപിടിച്ചത്. സമീപത്തുണ്ടായിരുന്ന യൂണിയൻകാരും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തുമ്പോഴേക്കും തീ അണച്ചിരുന്നു. ആളപായമില്ല. ദേശീയപാത നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ കാറുമായി കൂട്ടിയിടിച്ച് കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ഒരാൾക്ക് പരിക്കേറ്റു. കണ്ടെയ്നർ ലോറി ഡ്രൈവർ കോയമ്പത്തൂർ സ്വദേശി മുത്തുരാജനാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മണിക്കൂറുകൾക്ക് ശേഷം ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. ചാവക്കാട് ബ്ലാങ്ങാട് പാറൻപടിയിൽ ടൂറിസ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. കടപ്പുറം തൊട്ടാപ്പ് സ്വദേശി ലാലു പ്രസാദിനാണ് പരിക്കേറ്റത്. ഇയാളെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കേക്കാട് മണികണ്ഠേശ്വരം KP ഓഡിറ്റോറിയത്തിന് സമീപം ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 4 പേർക്ക് പരിക്ക്. ഓട്ടോ യാത്രക്കാരായ ചാവക്കാട് പാലിയൂർ സ്വദേശിനി നാലകത്ത് വീട്ടിൽ സുഹറ, മുസ്ലിം വീട്ടിൽ മൈമൂന എന്നിവരെ വയലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകരും, നാലകത്ത് വീട്ടിൽ ഹിൻഷ, ഐമാൻ എന്നിവരെ നാലാംകല്ല് സഖാവ് ജോൺസൺ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് കുന്നംകുളം ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജലസേചന സൗകര്യം കുറഞ്ഞതിനെ തുടർന്ന് മുണ്ടകൻ കൃഷി ഉപേക്ഷിച്ച് ചാട്ടിലാമ്പാടത്തെ കർഷകർ. കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി വേണമെന്ന് ആവശ്യം. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ പരിധിയിലായി 50 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരം കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് മുണ്ടകൻ വിളയില്ലാതെ തരിശു കിടക്കുന്നത്. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ മേച്ചിറ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന ആറേശ്വരം കാവനാട് ഉപകനാൽ വഴിയാണ് ചാറ്റിലാമ്പാടത്തേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തേണ്ടത്. മുൻകാലങ്ങളിൽ ഈ കനാൽ വഴി യഥേഷ്ടം വെള്ളമെത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കനാൽ വെള്ളം കർഷകർക്ക് കിട്ടാക്കനിയാണെന്ന് ചാറ്റിലാമ്പാടത്തെ കർഷകനായ VK സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇവിടെ ഇത്തവണ മുണ്ടകൻ നെൽകൃഷി ചെയ്യാനായിട്ട് കനാൽ വെള്ളം കിട്ടാത്തത് കൊണ്ടും അതുപോലെ തന്നെ മഴയുടെ ലഭ്യത കുറവായതുകൊണ്ടും ഇത്തവണ മുണ്ടകൻ കൃഷി ഇറക്കാൻ പറ്റി. ഈ വർഷം തന്നെയല്ല, കഴിഞ്ഞ വർഷവും ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കനാൽ വെള്ളം ഏത് ടേൺ തിരിക്കുന്ന സമയത്ത് ഞങ്ങളെ കൃത്യമായി അറിയിക്കാത്തത് മൂലം ഞങ്ങൾക്ക് ആ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. 20 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം കനാൽ വെള്ളം തുറന്നു വിടുന്ന ഒരു അവസ്ഥയാണ് അവിടെ തീരുമാനത്തിലെത്തിയത്. 20 ദിവസം കൂടുമ്പോൾ 4 ദിവസത്തേക്ക് ആറേശ്വരം കാവനാട് ഉപകനാലിലേക്ക് വെള്ളം തുറന്നുവിടാനാണ്
അധികൃതരുടെ തീരുമാനമുള്ളത്. ഇങ്ങനെ വെള്ളം തുറന്നുവിട്ടാൽ ചാറ്റിലാമ്പാടത്തേക്ക് ജലസേചനത്തിന് ആവശ്യമായ തോതിൽ വെള്ളം എത്താനിടയില്ല എന്ന കാരണത്താലാണ് ഇത്തവണ കർഷകർ മുണ്ടകൻ കൃഷിയിൽ നിന്ന് പിന്മാറിയത്. കഴിഞ്ഞ വർഷം ഇവിടെ മുണ്ടകൻ ഇറക്കിയിരുന്നുവെങ്കിലും കനാൽ വെള്ളം ലഭിക്കാത്തതിനാൽ പല കർഷകരുടെയും നെൽച്ചെടികൾ ഉണങ്ങിപ്പോയിരുന്നു. കതിരു വന്ന സമയത്ത് വെള്ളം കിട്ടാതെ വന്നതിനാൽ കനത്ത നഷ്ടമാണ് കർഷകർ നേരിട്ടത്. അടുത്ത കാലം വരെ ആണ്ടിൽ 3 പൂവ് കൃഷിയിറക്കിയിരുന്ന ചാറ്റിലാമ്പാടത്ത് മുണ്ടകൻ വിള ഇറക്കാതായതോടെ ഒന്നാം വിളയായ വിരിപ്പൂ മാത്രം ഇറക്കുന്ന പാടശേഖരമായി ചാറ്റിലാമ്പാടം മാറുകയാണ്. TC വിനോസ്, കൊടകര. ഇരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലം പാടശേഖരത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 4 ഏക്കറോളം വരുന്ന നെൽവയലുകളിലെ കൃഷി നശിപ്പിച്ചു. പടലക്കാട്ടിൽ മുഹമ്മദ്, കൊണ്ടപ്പറമ്പിൽ മോഹനൻ, പടലക്കാട്ടിൽ മൊയ്തുണ്ണി എന്നിവരുടെ കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കൊയ്തെടുക്കാൻ പാകമായ കൃഷിയാണ് കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചത്. പാട്ടത്തിനടുത്തും കടം വാങ്ങിയുമാണ് പലരും കൃഷി ചെയ്തിട്ടുള്ളത്. കൃഷിവകുപ്പും വനംവകുപ്പും കൃഷി സംരക്ഷിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. തോട്ടുപാലം കൊഴുമ്പ് പാടശേഖരം കൃഷിയാണ്. മരുന്നും എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ ഒക്കെ നെല്ലൊക്കെ കൊയ്യാൻ കാലത്തേക്ക് കംപ്ലീറ്റ് മൊത്തം പന്നി നശിപ്പിച്ചേക്കാണ്. നല്ലൊരു കാശ് ചിലവാ, പാട്ടത്തിന് പണതാണ്. എന്തേലും പരിഹാരം ഗവൺമെൻറ്റിൽ നിന്നോ കൃഷിഭവനിൽ നിന്നോ എന്തെങ്കിലും 4 ഏക്കർ മൊത്തം ഏതാണ്ട് നശിപ്പിച്ചു. മലയോര മേഖലയിൽ ഏകാശ്രയമായ അതിരപ്പള്ളി അരൂർമുഴിയിലെ മാവേലി സ്റ്റോറിൽ അവശ്യ സാധനങ്ങളില്ലെന്ന് പരാതി. അതിരപ്പള്ളി വെറ്റിലപ്പാറ, ചായപ്പൻകുഴി, കൊന്നക്കുഴി തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകൾ കൂടുതലായും ആശ്രയിക്കുന്നത് ഈ മാവേലി സ്റ്റോറിനെയാണ്. നിലവിൽ മാവേലി സ്റ്റോറിൽ ആകെയുള്ളത് അരിയും പഞ്ചസാരയും മാത്രമാണ്. പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങിക്കുവാൻ ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് അധിക വില കൊടുത്ത് മറ്റു കടകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. വൈദ്യുതി മുടക്കം പതിവായ മലയോരത്ത് വൈദ്യുതിയില്ലെങ്കിൽ മാവേലി സ്റ്റോറിൽ നിന്ന് സാധനങ്ങളും ലഭിക്കില്ല. സ്റ്റോറിലെ ഇൻവെർട്ടർ പ്രവർത്തിക്കാത്തതിനാൽ ബില്ലടിക്കാൻ ാണ് കാരണം. ആദിവാസി മലയോര മേഖലയുടെ പ്രത്യേക സാഹചര്യത്തിൽ മാവേലി സ്റ്റോറിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കണമെന്നും പ്രവർത്തനം സുഗമമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചേർപ്പ് ചെവൂരിൽ ഗൃഹനാഥന്റെ മൃതദേഹം വീടിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തി. ചെവൂർ സിറാമിക്സ് റോഡിൽ മണത്തുപറമ്പിൽ 70 വയസ്സുള്ള രാമൻകുട്ടിയുടെ മൃതദേഹമാണ് വീടിനുള്ളിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. 3 ദിവസത്തെ പഴക്കം മൃതദേഹത്തിനുണ്ട്. വീടിനുള്ളിൽ നിന്ന് ദുർഗന്ധം വരുന്നതിൽ സംശയം തോന്നിയ നാട്ടുകാർ ചേർപ്പ് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് വീട്ടുമുറിയിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. കുറച്ചു ദിവസമായി ഇയാളുടെ ഭാര്യ മകളുടെ വീട്ടിലായതിനാൽ ഇയാൾ ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസം. ചെവൂർ സിറാമിക്സ് ഊട്ടു ടൈൽ കമ്പനിയിലെ മുൻ മാനേജരായിരുന്നു. CPM മണലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി PA രമേശിനെ സമ്മേളനം തെരഞ്ഞെടുത്തു. പാവറട്ടിയിൽ നടന്ന മണലൂർ ഏരിയ സമ്മേളനത്തിലാണ് പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ച്, പ്രകടനം, പൊതുസമ്മേളനം എന്നിവയുടെ ഏരിയ സമ്മേളനം സമാപിക്കും. ചാലക്കുടി ജുമാമസ്ജിദിൽ നടന്ന വിവാഹം മതസൗഹാർദ്ദത്തിന്റെ വേദിയായി മാറി. സാംസ്കാരിക പ്രവർത്തനം ഇടതുപക്ഷ അനുഭാവിയുമായ മനക്കുളങ്ങര പറമ്പിൽ MM ഷക്കീറിന്റെ മകൾ ഷിയയുടെ വിവാഹ ചടങ്ങായിരുന്നു ടൗൺ ഇമാം ഹുസൈൻ ബാഖവിയുടെ കാർമ്മികത്വത്തിൽ നടന്നത്. വരൻ പാലക്കാട് കുന്നത്തൂർമേട് മുഹമ്മദ് മുസ്തഫയുടെ മകൻ ഷബീർ അഹമ്മദ് എന്നിവരുടെ വിവാഹമാണ് മതസൗഹാർദ്ദ വേദിയായി മാറിയത്. ചാലക്കുടി പള്ളി ഫൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ, കൂടപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കീഴ്ശാന്തി മഹേഷ് എന്നിവർ വധൂവരന്മാർക്ക് അനുഗ്രഹാശംസകൾ നേർന്നു. മറ്റ് ആരാധനാലയങ്ങളിലെ കാർമ്മികരുടെ സാന്നിധ്യത്തിൽ മകളുടെ വിവാഹം പള്ളിയിൽ നടത്തണമെന്ന് തന്റെ മോഹം അറിയിച്ചപ്പോൾ ഇമാം നിറഞ്ഞ മനസ്സോടെ അനുവാദം നൽകുകയായിരുന്നുവെന്ന് ഷക്കീർ പറഞ്ഞു. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ ആശംസകൾ നേർന്നു. കലയും സംസ്കാരവും സമന്വയിപ്പിക്കുന്ന ഇന്തോ കൊറിയൻ ആർട്ട് എക്സ്ചേഞ്ച് സംഗമം തുടരുന്നു. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള കലാപരമായ സഹകരണം ലക്ഷ്യമിട്ടാണ് ചിത്രകാരന്മാർ മാള GB ഫാമിൽ സംഗമിച്ചിട്ടുള്ളത്. സംഗമത്തിന്റെ 2ാം ദിവസമായ ഞായറാഴ്ച പെയിന്റിംഗ് ആരംഭിച്ചു. ചിത്രകാരന്മാർ ഫാമിലെ വിവിധ ഇടങ്ങളിൽ വെച്ചാണ് ചിത്രങ്ങൾ വരച്ചത്. മ്യൂസിയം ഓഫ് ആർട്ട് പൂമയുടെ ഏഷ്യ ആക്സിസ് പ്രോജക്റ്റുമായി സഹകരിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള സംഗമത്തിൽ വിവിധ തനത് കലാപരിപാടികളും നടക്കുന്നുണ്ട്.
കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം രൂപവൽക്കരിച്ച അഡ്വൈസറി കമ്മിറ്റി മൈസൂരിൽ സംഘടിപ്പിക്കുന്ന സംവാദത്തിലേക്ക് മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബിയെ തെരഞ്ഞെടുത്തു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മൈസൂർ അബ്ദുൽ നസീർ സാബ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്ത് രാജിൽ നടക്കുന്ന വനിതാ പ്രസിഡന്റുമാരുടെ സംവാദത്തിലേക്ക് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളാണ് അശ്വതി ബിബി. ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി, കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീബ എന്നിവരാണ് മറ്റു 2 പേർ. 2 മാസം മുൻപ് ഡൽഹിയിൽ നടന്ന അന്തർദേശീയ ജല ഉച്ചകോടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് അശ്വതി ബിബി പങ്കെടുത്തിരുന്നു. പരിയാരം പൂവത്തിങ്കൽ മൂതിരക്കണ്ണി വീളൂക്കര ആധുനിക റോഡ് നിർമ്മാണം അനന്തമായി വൈകുന്നതിൽ പ്രതിഷേധിച്ച് LDF പഞ്ചായത്ത് കമ്മിറ്റി മൂതിരക്കണ്ണി ജംഗ്ഷനിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ്, VM ടെൻസൻ, ഡെസ്റ്റിൻ താക്കോൽക്കാരൻ, KK ആൻഡ്രു, KS രാധാകൃഷ്ണൻ, ആനി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ കാര്യത്തെ സംബന്ധിച്ച് MLA എടുക്കുന്ന ചില നിലപാടുകൾ നടത്തുന്നില്ല. ഈ സർക്കാരിന്റെ നിലപാട് തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് ഇവിടെ 50 എന്നൊന്നല്ല, അദ്ദേഹം വിജയിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ മുനക്കക്കടവിൽ കടൽഭിത്തി തകർന്ന പ്രദേശങ്ങളിൽ സംരക്ഷണ ഭിത്തി കെട്ടി ശാശ്വതമായ പരിഹാരം കാണണമെന്നും കടപ്പുറം പഞ്ചായത്തിന് ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നിൽപ്പ് സമരം നടത്തി. മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് BK സുബൈർ തങ്ങൾ നിൽപ്പ് സമരം ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് പ്രസിഡന്റ് PS അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അലി അഞ്ചങ്ങാടി, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലി, മണ്ഡലം സെക്രട്ടറി മുനീർ കടവിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംഷാദ് കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ മൂന്നുമുറിയിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഓഫ് ദ ബാപ്റ്റിസ്റ്റ് കൂട്ടായ്മയ്ക്ക് കീഴിലുള്ള പ്രതീക്ഷ ട്രസ്റ്റിന്റെ 5ാം വാർഷികം മറ്റത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സൂപ്രണ്ട് ഡോക്ടർ MV റോഷ് ഉദ്ഘാടനം ചെയ്തു. സുഭാഷ് മൂന്നുമുറി, പ്രവീൺ M കുമാർ, ഏലിയാസ് തടത്തിൽ, ജോൺസൺ മാമ്പ്രക്കാരൻ, ജസ്റ്റിൻ മങ്കുഴി, ബിജു തെക്കൻ, ജിപ്സൺ പൌലോസ്, ജോൺസൺ പയ്യപ്പള്ളി, സിൻഡോ ചേറു തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് 35 കുടുംബങ്ങൾക്ക് നൽകുന്ന 1000 രൂപയുടെ പർച്ചേസ് കൂപ്പണുകൾ ഗ്രേസി ആലപ്പാടൻ വിതരണം ചെയ്തു. തൃശൂർ കൾച്ചറൽ ക്യാപിറ്റൽ മാരത്തണിന്റെ ഭാഗമായി ചാവക്കാട് സംഘടിപ്പിച്ച കാറ്റ് ചാവക്കാട് ബീച്ച് റൺ എൻഡ്യൂറൻസ് അത്ലറ്റ് ടീം നേതൃത്വം നൽകി. പ്രശസ്ത കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നൌഷാദ്, 8 പ്രസിഡന്റ് KK രമാകൃഷ്ണൻ, സിയ ചാവക്കാട്, ബീച്ച് ലവേഴ്സ് പ്രതിനിധി KV ഷാനവാസ്, നഗരസഭാ കൌൺസിലർമാരായ ഫൈസൽ കാനാമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റാറ്റുകര കമ്പിടി തിരുനാളിന്റെ ഭാഗമായി തിരുനാൾ വിളംബരവും ഘോഷയാത്രയും നടത്തി. 300ഓളം ഇടവകാംഗങ്ങൾ അണിനിരുന്ന തിരുനാൾ വിളംബരം 255 കൊല്ലം പഴക്കമുള്ള ഇടവകയുടെ പൂർവ്വകാല ചരിത്ര പ്രാധാന്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതായിരുന്നു. കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അണിനിരുന്ന ഘോഷയാത്ര ആകർഷകമായി. പാരമ്പര്യ ക്രിസ്തീയ വേഷം ധരിച്ച സ്ത്രീകളാണ് പ്രതീകാത്മകമായി വിശുദ്ധന്റെ രൂപം പ്രതിഷ്ഠിച്ച രൂപക്കൂടുകൾ വഹിച്ചത്. 20 മിനിറ്റ് നീളുന്ന തിരുനാൾ വിളംബരം ദൃശ്യാവിഷ്കാരം ഒരുക്കിയത് ഇടവകാംഗമായ പുലിക്കോട്ടിൽ പാപ്പച്ചനാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ഖസാലി തിരുനാൾ വിളംബരവും ഘോഷയാത്രയും ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ജേസൺ പുതുപ്പള്ളിൽ, മാനേജിംഗ് ട്രസ്റ്റി ജോൺസൺ നീലങ്കാവിൽ, ടോണി മാനത്തിൽ, സെവി പുലിക്കോട്ടിൽ, തിരുനാൾ കൺവീനർ PD ജോസ്, പബ്ലിസിറ്റി കൺവീനർ റിജു ചിറ്റാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. കിഴൂരിൽ നാട്ടുകാർക്ക് ഭീഷണിയായി കടന്നൽക്കൂട്. കിഴൂർ മാത്തോട്ടം പ്രദേശത്തെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലെ പൂളമരത്തിലാണ് കടന്നൽക്കൂടുള്ളത്. പ്രദേശത്തെ 30ഓളം കുടുംബങ്ങൾക്കാണ് കടന്നൽക്കൂട് ഭീഷണിയാകുന്നത്. രാത്രി സമയങ്ങളിൽ ലൈറ്റിട്ടാൽ ഇവ വീടിനകത്തേക്ക് പറന്നുവരുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഉയരം കൂടിയ മരത്തിൽ കൂടുള്ളതിനാലും കടന്നലുകൾ കൂട്ടത്തോടെ ആക്രമിക്കുന്നതുകൊണ്ടും കൂട് നശിപ്പിക്കുവാൻ ആരും തയ്യാറാകുന്നില്ല. കടന്നൽക്കൂട് നശിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഡോക്ടർ BR അംബേദ്കറെ പാർലമെന്റിൽ അപമാനിച്ചതിൽ KPMS ആനപ്പാറ ശാഖ വാർഷിക പൊതുയോഗം പ്രതിഷേധിച്ചു. ജില്ലാ ട്രഷറർ PC ബാബു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. TU സതീഷ് അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി വിനയൻ മംഗലപ്പള്ളി, EV ഹരിഹരൻ, UV വിശ്വനാഥൻ, ഷനി അഭിലാഷ്, ഷീല സുബ്രൻ എന്നിവർ സംസാരിച്ചു.
കത്തോലിക്ക കോൺഗ്രസ് പാലയൂർ ഫൊറോന സമിതി പാവറട്ടിയിൽ പ്രതിഷേധ സദസ്സ് നടത്തി. സംസ്ഥാന സർക്കാരിന്റെ അന്യായമായ വൈദ്യുതി നിരക്ക് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സദസ്സ്. പാലയൂർ ഫൊറോന ഡയറക്ടർ ഫാദർ ജോബി കുണ്ടുകുളങ്ങര പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പാലയൂർ ഫൊറോന പ്രസിഡന്റ് ജോഷി കൊമ്പൻ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി തീർത്ഥകേന്ദ്രൻ ട്രസ്റ്റി OJ ഷാജൻ, കത്തോലിക്ക കോൺഗ്രസ് നേതാക്കളായ മേഴ്സി ജോയ്, PI ലാസർ, തോമസ് ചിറമൽ, ജോർജ് ആളൂർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാപനങ്ങളെ സാമ്പത്തിക ബാധ്യതകൾ വിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന കൃഷിക്കാർക്ക് സുകൃതം തിരുവെങ്കടത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സര സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. സുകൃതം പ്രസിഡന്റ് സ്റ്റീഫൻ ജോസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ SHO C. പ്രേമാനന്ദകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ഫാദർ പ്രിന്റോ കുളങ്ങര ക്രിസ്മസ് സന്ദേശം നൽകി. നഗരസഭാ കൌൺസിലർ ദീപ ബാബു, മാധ്യമപ്രവർത്തകൻ ലിജിത് തരകൻ, മേഴ്സി ജോയ്, ബാലൻ വാർനാട്ട്, CD ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. കദളിവാഴ കൃഷിയിൽ 100 മേനി വിളവെടുത്ത് ഗുരുവായൂർ നഗരസഭ. ജനകീയ ആസൂത്രണം വഴി നടപ്പിലാക്കുന്ന കദളിവനം പദ്ധതിയുടെ 3ാം ഘട്ട വിളവെടുപ്പാണ് നടന്നത്. വിളവെടുപ്പ് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷന്മാരായ AM ഷഫീർ, ശൈലജ സുധൻ, A. സായിനാഥൻ, കൌൺസിലർ ബിബിത മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കരോൾ ഫെസ്റ്റ് നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കരോൾ ഫെസ്റ്റ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ ആയിരക്കണക്കിന് പാപ്പാമാർ ക്രിസ്മസ് കരോൾ ഗാനത്തിന്റെ താളങ്ങൾക്കൊപ്പം നൃത്തച്ചുവടുകൾ വെച്ചു. ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ അജിത് കൊള്ളന്നൂർ, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ പിയൂസ് പുലിക്കോട്ടിൽ, OJ ഷാജൻ, വിൽസൺ നീലങ്കാവിൽ, KJ വിൻസെന്റ് എന്നിവർ കരോൾ ഫെസ്റ്റിന് നേതൃത്വം നൽകി. ക്രിസ്മസിനൊരുങ്ങി പാലയൂർ തീർത്ഥകേന്ദ്രം. ചാവക്കാട് നഗരത്തിലെ ബോൺ നത്താലെ കരോൾ പ്രയാണം സംഘടിപ്പിച്ചു. നഗരസഭ കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗം MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ക്രിസ്മസ് സന്ദേശം നൽകി. പരിപാടികൾക്ക് തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ, ഇടവക ട്രസ്റ്റി ഫ്രാൻസിസ് ചിരിയംകണ്ടത്ത്, ചാവക്കാട് മുനിസിപ്പൽ കൌൺസിലർ ജോയ്സി ആന്റണി, CD ലോറൻസ് എന്നിവർ സംസാരിച്ചു. MLA ബഹുമാനപ്പെട്ട കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസിനെ വരവേൽക്കുന്നത്. പഠനയാത്രയ്ക്കിടെ വാഹനാപകടത്തിൽ മരണപ്പെട്ട കുന്നംകുളം നഗരസഭ ശുചീകരണ വിഭാഗം ജീവനക്കാരൻ ജയരാജന് അന്ത്യാഞ്ജലി. മൃതദേഹം കുന്നംകുളം നഗരസഭയിൽ പൊതുദർശനത്തിന് വെച്ചു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നഗരസഭയിൽ നിന്നും വയനാട്ടിലെ മാനന്തവാടി, സുൽത്താൻ ബത്തേരി നഗരസഭകളിലേക്ക് പഠനയാത്ര നടത്തി മടങ്ങവെയാണ് അപകടമുണ്ടായത്. താമരശ്ശേരിയിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി കുടിവെള്ളം വാങ്ങാനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മറ്റൊരു വാഹനം ജയരാജനെ ഇടിക്കുകയായിരുന്നു. ആനാക്കൽ സ്വദേശിയാണ് ജയരാജ്. 20 വർഷത്തിലേറെയായി നഗരസഭ ആരോഗ്യ വിഭാഗം ശുചീകരണ വിഭാഗം ജീവനക്കാരനായിരുന്നു. കയ്പമംഗലം 3 പീടികയിൽ നിന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപും പാർട്ടിയും ചേർന്നാണ് ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള പരിശോധനയിൽ 3 പീടിക മാർക്കറ്റിൽ കാട് പിടിച്ചു കിടക്കുന്ന ഭാഗത്തു നിന്നും 2 കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AV മോയിഷ്, KS മന്മഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ കൃഷ്ണവിനായക്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ PO സുമി, ഡ്രൈവർ K വിൽസൺ എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് വസ്ത്രവിപണി ഉണർന്നതോടെ പുതുവസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ കുന്നംകുളം കേരള വസ്ത്രാലയത്തിലും തിരക്കേറുകയാണ്. കുടുംബസമേതമാണ് പുതുവസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ആളുകൾ കുന്നംകുളം കേരള വസ്ത്രാലയത്തിലേക്ക് എത്തുന്നത്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി പുതുവസ്ത്രങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് വിപണിയെ സജീവമാക്കുമ്പോൾ കുന്നംകുളം കേരള വസ്ത്രാലയത്തിലും പുതുവസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളവരുടെ തിരക്കേറുകയാണ്. പഴയ തലമുറയുടെയും പുതിയ തലമുറയുടെയും വസ്ത്രസങ്കല്പങ്ങൾക്കൊപ്പം എക്കാലവും സഞ്ചരിച്ചിട്ടുള്ള കുന്നംകുളം കേരള വസ്ത്രാലയത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏറ്റവും പുതിയ ക്രിസ്തുമസ് പുതുവത്സര കളക്ഷനുമായി കേരള വസ്ത്രാലയം ഉപഭോക്താക്കളെ വരവേറ്റുകഴിഞ്ഞു.
സാരികൾ, ലാച്ചകൾ, ഫ്രോക്കുകൾ, ടോപ്പുകൾ, ഡ്രസ് മെറ്റീരിയൽ തുടങ്ങിയ ലേഡീസ് തുണിത്തരങ്ങളും ജെന്റ്സ് വസ്ത്രങ്ങളും തുടങ്ങി ക്രിസ്തുമസ് സ്പെഷ്യൽ റെഡ് ആൻഡ് വൈറ്റ് കളക്ഷൻസും കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വിശേഷ ദിവസങ്ങൾക്കുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ധാരാളം പേരെ കുന്നംകുളം കേരള വസ്ത്രാലയത്തിലേക്ക് ആകർഷിക്കുന്നത് വിലക്കുറവും ആകർഷകവുമായ കളക്ഷനുമാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കേരള വസ്ത്രാലയം എല്ലാവിധ ആഘോഷങ്ങൾക്കുമുള്ള വസ്ത്രങ്ങൾ ഒരുക്കി ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ 15ാം വാർഷികത്തിന്റെ ഭാഗമായി തകർന്നു കിടക്കുന്ന ബ്ലാങ്ങാട് വില്യംസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി. പ്രസിഡന്റ് PV അക്ബർ, വാർഡ് മെമ്പറും ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ്, ട്രഷറർ VS മുഹമ്മദ് മുസ്തഫ, വൈസ് പ്രസിഡന്റ് KV ആരിഫ്, ജോയിന്റ് സെക്രട്ടറി KV ജഹാംഗീർ തുടങ്ങിയവർ അറ്റകുറ്റപ്പണികൾക്ക് നേതൃത്വം നൽകി. സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ 2 മാസങ്ങൾക്ക് മുൻപ് ബ്ലാങ്ങാട് വില്യംസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർ, MLA, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ അധികാരികൾക്ക് നന്മയുടെ നേതൃത്വത്തിൽ നമ്മളൊരു നിവേദനം സമർപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവരിൽ നിന്ന് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ, അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് ഇനിയൊരു പുതിയ പ്രൊജക്ട് ഇതിലേക്ക് വേണ്ടി വെക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കാലയളവ് ഇതിനിടയിൽ വരുന്നുണ്ട്. അപ്പോൾ അത്രയും കാലം ഈ ഒരു റോഡിന്റെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിലുള്ള ആ ഒരു സഞ്ചാരത്തിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഈ ഒരു സമയത്ത് നന്മയുടെ പ്രവർത്തകർ ഇടപെടുകയാണ്. ഇതിന്റെ തുടക്കം മുതൽ തന്നെ നന്മയുടെ ഭാരവാഹികൾ ജനങ്ങൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നിവേദനം സമർപ്പിച്ചതിന് ശേഷം നമുക്കിതിനൊരു കാലതാമസം വരികയാണെങ്കിൽ നന്മയുടെ 15ാം വാർഷികത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ നന്മയുടെ പ്രവർത്തകരും നാട്ടുകാരോടും കൂടി സംയുക്തമായിട്ട് നമ്മൾ ഈ കുണ്ടും കുഴികളും താൽക്കാലികമായിട്ടാണെങ്കിലും ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാകുന്ന രീതിയിൽ ഇതിനെ ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അടുപ്പൂട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളി അങ്കണത്തിൽ കുട്ടികളുടെ മിനി ഓഫർത്ത സാന്റ റാലി സംഘടിപ്പിച്ചു. വികാരി ഫാദർ വർഗീസ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലിയിൽ ക്രിസ്മസ് പാപ്പാമാരുടെയും മാലാഖമാരുടെയും വേഷമണിഞ്ഞ് കുട്ടികളും രക്ഷിതാക്കളും റാലിയിൽ അണിചേർന്നു. അവണശ്ശേരി അംബേദ്കർ നഗറിൽ അംബേദ്കർ ഗ്രാമീണ വായനശാലയുടെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം BG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KA പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ALMC അംഗങ്ങളായ KN മധു, VR ശശി, മാധ്യമപ്രവർത്തക ശ്രീലക്ഷ്മി പ്രമോഷ്, ആശാപ്രവർത്തക KN അജിത തുടങ്ങിയവർ സംസാരിച്ചു. ഇടം സാംസ്കാരിക വേദി 4 ദിവസങ്ങളിലായി നടത്തുന്ന സിനിമാ ഫെസ്റ്റിന് തുടക്കമായി. എരുമപ്പെട്ടി പ്രസിഡൻസി ഡിഗ്രി ക്യാമ്പസിൽ നടക്കുന്ന പരിപാടി സിനിമാ നാടക പ്രവർത്തകൻ പ്രശോഭ് വേലൂർ ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് പ്രീതി രാജേഷ് അധ്യക്ഷത വഹിച്ചു. റഷീദ് എരുമപ്പെട്ടി, ഫരീദ് അലി, അബ്ബാസ് വെള്ളറക്കാട്, സോന നാരായണൻ എന്നിവർ സംസാരിച്ചു. കായിക മേഖലയെ തകർക്കുന്ന വെങ്കിടങ്ങ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് വെങ്കിടങ്ങ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ഷൂട്ടൌട്ട് മത്സരം നടത്തി. പഞ്ചായത്തിലെ വിദ്യാർത്ഥികളുടെയും കായിക താരങ്ങളുടെയും പരിശീലനത്തിന് ഉപകരിക്കേണ്ട ഗ്രൌണ്ട് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് ഷൂട്ടൌട്ട് മത്സരം നടത്തിയത്. യൂത്ത് കോൺഗ്രസ്
മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ പ്രതിഷേധ ഷൂട്ടൌട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. കെ.ഒ. കുര്യാക്കോസ് മെമ്മോറിയൽ ഗ്രൌണ്ടിൽ നടത്തിയ പ്രതിഷേധ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് വെങ്ങടങ്ങ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അരുൺകുമാർ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ സോമശേഖരൻ വെണ്ണേങ്ങോട്ട്, ഗ്രേസി ജേക്കബ്, N.K. വിമല, K.R. പോൾസൺ, റഷീദ് കെട്ടുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. സജീവമായ മാധ്യമപ്രവർത്തക സംഘമാണ് തൃത്താലയിൽ പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി M.P. രാജേഷ് പറഞ്ഞു. കൂട്ടനാട് പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രസ് ക്ലബ് പ്രസിഡന്റ് C. മൂസ അധ്യക്ഷനായി. രക്ഷാധികാരി C.K. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ഇസ്മായിൽ, ട്രഷറർ രഘു പെരുമണ്ണൂർ, പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ അധ്യക്ഷത വഹിച്ചു. 545 പോയിന്റ് നേടിയ സെഞ്ചുറി ആർട്സ് ക്ലബിന് ഓവറോൾ ചാമ്പ്യന്മാരായി. 2, 3, 4 സ്ഥാനങ്ങൾ നേടിയ ബ്ലാക്ക് ആരോസ് യുണൈറ്റഡ് അരിമ്പൂർ, ചിത്ര ആർട്സ് ആൻഡ് ക്ലബ്, ലൈബ്രറി വെളുത്തൂർ എന്നിവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വനിതാ പുരുഷ വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ പവിത്ര P. ബാബു, സുമേഷ് PC എന്നിവരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം BN സുർജിത്ത്, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗങ്ങളായ ഷിമി ഗോപി, ജില്ലി വിൽസൺ, സലിജ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കരിമത്ര സ്വദേശികളായ പരേതരായ ദമ്പതികൾ പെൻഷൻ സംഘടനയ്ക്ക് വിട്ടു നൽകിയ വീടും സ്ഥലവും സംഘടന ഏറ്റെടുത്തു. കരിമത്ര സ്വദേശികളായ മുല്ലക്കൽ വീട്ടിൽ പരേതരായ പത്മനാഭൻ ഭാര്യ വിലാസിനി എന്ന മത്തമ്മ ദമ്പതികളാണ് തങ്ങളുടെ 6.5 സെന്റ് സ്ഥലവും കോൺക്രീറ്റ് വീടും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തെക്കങ്കര യൂണിറ്റിന് സൗജന്യമായി വിട്ടു നൽകിയത്. സ്ഥലം ഏറ്റെടുക്കലിന്റെയും അനുസ്മരണ യോഗവും KSSPU ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ഭരതൻ അധ്യക്ഷത വഹിച്ചു. ഇനി വാണിജ്യം. മുപ്പത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ചെവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ ബ്രാഞ്ചായ കാളത്തോട് ഷോറൂമിൽ ആകർഷകമായ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും വിശ്വസ്തതയുമായി അന്നും ഇന്നും ഒരേ പേരിൽ പ്രവർത്തിക്കുന്ന പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ കാളത്തോട് ഷോറൂമിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ആകർഷകങ്ങളായ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 15 വരെയുള്ള ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനവും ആകർഷകമായ ഡിസ്കൗണ്ടും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വീടിനുള്ളിൽ സ്ഥലം നഷ്ടപ്പെടാത്ത വിധം ഷോറൂം പ്രതിനിധികൾ വീട്ടിലെത്തി അളവെടുത്ത് ഫർണിച്ചർ കൃത്യമായി സെറ്റ് ചെയ്ത് നൽകുന്നു എന്നതാണ് പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ സവിശേഷത. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ പോലും ആകർഷിക്കുന്ന ഏക ഫർണിച്ചർ ഷോറൂമാണ് പുല്ലോക്കാരൻ ഫർണിച്ചർ. സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചവയും പുറമെ നിന്നുള്ളതുമായ ഗുണമേന്മയും അഭിരുചിക്കിണങ്ങിയതുമായ ഫർണിച്ചറുകൾ ഇടനിലക്കാരില്ലാതെ കാളത്തോട് ചെവൂർ ഷോറൂമുകളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. കാളത്തോട് ഷോറൂമിന് പുറമെ ചെവൂരിലെ മെയിൻ ഷോറൂമിൽ നിന്നും വാങ്ങുന്ന ഫർണിച്ചറുകൾക്കും ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ ലഭ്യമാണെന്ന് പുല്ലോക്കാരൻ ഫർണിച്ചർ ഉടമ റപ്പായി പുല്ലോക്കാരൻ അറിയിച്ചു. ഫർണിച്ചറുകൾ വാങ്ങുമ്പോൾ EMI സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8078050666 8078050444. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3194 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ജില്ലയിൽ 2 ഇടങ്ങളിൽ ഹോട്ടലുകളിൽ തീപിടുത്തം. പഴയന്നൂർ സെന്ററിലെ രവീന്ദ്ര ഹോട്ടലിലും കുന്നംകുളം ജംഗ്ഷനിലെ ഫുഡ് കോർണറിലുമാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. ദേശീയപാത നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ കാറുമായി കൂട്ടിയിടിച്ച കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. പ്ലാങ്ങാട് ടൂറിസ്റ്റ് ബസ് ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്ക്. വടക്കേക്കാട് മണികണ്ഠേശ്വരത്ത് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു.
ജലസേചന സൗകര്യം കുറഞ്ഞതിനെ തുടർന്ന് മുണ്ടകൻ കൃഷി ഉപേക്ഷിച്ച് ചാറ്റിലാമ്പാടത്തെ കർഷകർ. കൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി വേണമെന്ന് കർഷകർ. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലം പാടശേഖരത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 4 ഏക്കറോളം വരുന്ന നെൽവയലുകളിലെ കൃഷി നശിപ്പിച്ചു. മലയോര മേഖലയിൽ ഏകാശ്രയമായ അതിരപ്പള്ളി അരൂർമൊഴിയിൽ മാവേലി സ്റ്റോറിൽ അവശ്യ സാധനങ്ങളില്ലെന്ന് പരാതി. മാവേലി സ്റ്റോറിൽ നിലവിൽ ആകെയുള്ളത് അരിയും പഞ്ചസാരയും മാത്രം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.